സദ്യ വിഭവങ്ങളിൽ ഇന്ന് മസാലക്കറിയും കൂട്ടുകറിയും. ഇറച്ചിക്കറി രുചിയിലുള്ള മസാലക്കറിയിനോട് എന്തോ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യം മസാലക്കറിയുടെ റെസിപ്പി ആവട്ടെ. ഈ തൃശ്ശൂർ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ഈ മസാലക്കറി ഭയങ്കര പോപ്പുലറാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാനായിട്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ്, അതിൻ്റെ കൂടെ 2 ക്യാരറ്റ്, ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ പുറമൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. വല്ലാതെ അങ്ങ് വെന്തുടഞ്ഞു പോകണ്ട. ഒരു 5 മിനിറ്റ് നേരത്തോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കുകയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ മസാലക്കറിയിൽ ഈ ഗ്രീൻ പീസിന് പകരം കോളിഫ്ലവറാണ് ചേർക്കുക. ചിലയിടങ്ങളിൽ ഇത് രണ്ടും ചേർക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കോളിഫ്ലവർ ചേർക്കുന്നില്ല, ഗ്രീൻ പീസാണ് ചേർക്കുന്നത്. ഗ്രീൻ പീസ് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഫ്രഷ് ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയ ശേഷം ഉപ്പിട്ട് ഉടഞ്ഞു പോവാതെ വേവിച്ചെടുത്താൽ മതി. ഉരുളക്കിഴങ്ങിൻ്റെ പുറമൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ പീസ് ചേർക്കാം. ഗ്രീൻ പീസ് ചേർത്ത് 1 മിനിറ്റ് നേരം കൂടെ മീഡിയം ഫ്ലെയിമിൽ ഒന്നങ്ങ് വഴറ്റിയെടുത്ത് നമുക്ക് ഈ പച്ചക്കറികൾ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ആ ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് വേണമെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. സവോള വഴറ്റിയെടുക്കണം. സവോള ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. കൂടെ ഒരു 2 തണ്ട് കറിവേപ്പിലയും 1/2 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചിയും ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് എടുക്കും കേട്ടോ നമുക്ക് കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു ബ്രൗൺ കളറിലായി വരാൻ. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി കൂടെ ചേർത്ത് തക്കാളി ഒന്ന് ഉടയുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് മതിയാവും. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. കറിയുടെ പേര് തന്നെ മസാലക്കറി എന്നാണ്. അപ്പോൾ നന്നായിട്ട് മസാല ചേർത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ വീതം ഗരം മസാലയും മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂണിനടുത്ത് ഉപ്പ്, ഇത്രയും ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഏതാണ്ട് 1 മിനിറ്റ് തന്നെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് പൊടി മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെങ്കിൽ ആ തക്കാളിയിലെ വെള്ളം ഇറങ്ങി വന്ന് കുറച്ച് നമുക്കിതുപോലെ ഒരു ഗ്രേവി ആയിട്ട് കിട്ടും. മൺചട്ടി ആയതുകൊണ്ട് ആ വെള്ളം എല്ലാം അങ്ങ് വലിച്ചെടുത്തിട്ട് വല്ലാതെ ഡ്രൈ ആയി പോയതുകൊണ്ട് ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതാണേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടെ ഒന്ന് മൂപ്പിച്ച് അരച്ച് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു പിടി തേങ്ങ, ഇത്രയും തേങ്ങ മതി. ഏതാണ്ട് ഒരു 1/4 കപ്പിൻ്റെ തേങ്ങ കാണും. ഒരു 4/1 തേങ്ങ അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ എരിശ്ശേരിക്കും കൂട്ടുകറിക്കൊക്കെ വറുക്കുന്ന പോലെ ഭയങ്കര ബ്രൗൺ കളറായിട്ട് വറുക്കണ്ട കേട്ടോ. കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പെരിഞ്ജീരകം കൂടെ ചേർക്കണേ. ഒരു 1/2 സ്പൂണിനടുത്ത് പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. നമുക്കിതാ ഈ ഒരു കളറിൽ തേങ്ങ കിട്ടിയാൽ മതി. ഇതിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർക്കാം. കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പച്ചക്കറികളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1 മിനിറ്റ് നേരത്തോളം ആ ചെറു തീയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങൊക്കെ ഏതാണ്ട് ഒരു പകുതിയോളം വേവേ ആയിട്ടുള്ളൂ. ഇനി മസാലയിൽ കിടന്ന് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നല്ല വേവായി കിട്ടണം. നന്നായിട്ട് വഴറ്റി ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിനകത്തുള്ള ആ വലിയ ഉരുളക്കിഴങ്ങൊക്കെ വേണമെങ്കിൽ ഒന്നങ്ങ് ഉടച്ചു കൊടുത്താൽ കുറച്ച് കൊഴുപ്പ് കിട്ടും നമ്മുടെ ആ ഒരു മസാലക്കറിക്ക്. തീ കൂട്ടിയിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. പിന്നെ ഈ ചട്ടിയിലിരിക്കുമ്പോൾ ഒന്ന് കുറുകി വരുവേ. ഇപ്പോൾ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ സദ്യക്ക് മസാലക്കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇത്തവണത്തെ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്തത് സദ്യയിൽ ഒട്ടുമിക്ക ആളുകളുടെയും ഫേവറേറ്റ് ഐറ്റമാണ് കൂട്ടുകറി. അപ്പോൾ ഇത്തവണത്തെ സദ്യക്ക് കൂട്ടുകറി ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കേ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കൂട്ടുകറിയുടെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ചേന ഒരു 250 ഗ്രാമാണ് കേട്ടോ ചേന ഉണ്ടായിരുന്നത്. അതേ അളവിൽ തന്നെ കായ, 2 ചെറിയ ഏത്തക്കായാണ് കേട്ടോ. ഞാനത് കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, കറുക്കാതിരിക്കും. കായയുടെയും ചേനയുടെയും അതേ അളവിൽ കുമ്പളങ്ങ. ഞാനിവിടെ ഈ 3 കഷ്ണങ്ങളാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. ചില സ്ഥലങ്ങളിൽ എല്ലാ തരം കഷ്ണങ്ങളും ചേർത്താണ് ഈ കൂട്ടുകറി തയ്യാറാക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണാണ് കേട്ടോ ഞാൻ കുരുമുളക് പൊടി എടുത്തിരിക്കുന്നത്. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും, ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആദ്യം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. വെള്ളം നമ്മുടെ ഈ കഷ്ണങ്ങൾ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ.
അതുപോലെ ചേന വേവ് കൂടുതലുള്ള ചേനയാണെങ്കിൽ ചേന ആദ്യം വേവിച്ചിട്ട് മറ്റ് 2 കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതിനി ഒരു 1/4 ഭാഗം വേവ് ആകുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചാൽ നമുക്ക് കുറച്ച് വേഗം വെന്ത് കിട്ടും. ഏതാണ്ട് ഒരു 15 മിനിറ്റ് നേരത്തോളം മതിയാവും കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ചേനയും കായൊക്കെ അനുസരിച്ച് വേവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമേ. ഞാനിവിടെ എടുത്തത് നല്ല പെട്ടെന്ന് വേവുന്ന ചേനയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 15 മിനിറ്റിൽ തന്നെ എനിക്കിത് നന്നായിട്ട് വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടല ചേർക്കണം. കടല ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ശേഷം നന്നായിട്ട് കുതിർത്തി പ്രഷർ കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. കടല ചേർത്ത ശേഷം ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തോളൂ കേട്ടോ. കടലയിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന ആ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പ് ചേർക്കണം. ഒരു തേങ്ങയുടെ 4/1 കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 സ്പൂൺ ജീരകവും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതാ ഇതുപോലെ അങ്ങ് അരച്ചെടുത്തോളൂ കേട്ടോ. ഇനി ഈ അരപ്പിൽ കിടന്ന് നമ്മുടെ ചേനയൊക്കെ ഒരു 1/4 വേവല്ലേ ആയിട്ടുള്ളൂ. ഈ അരപ്പിൽ കിടന്ന് ബാക്കി കൂടെ നന്നായിട്ട് വെന്ത് വരട്ടെ. അങ്ങനെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ വെള്ളം അധികം ഉള്ളതൊക്കെ ഒന്നങ്ങ് വറ്റിയും കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയുടെ ഒരു വറവ് തയ്യാറാക്കാം. അപ്പോൾ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 3 സ്പൂണോളം ഉഴുന്നാണ് ചേർക്കുന്നത്. ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ജീരകം നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ കൂടെ ചേർത്താൽ നമ്മുടെ കൂട്ടുകറിക്ക് ഒരു പ്രത്യേക മണവും രുചിയായിരിക്കും കേട്ടോ. നമ്മൾ ആദ്യം അരയ്ക്കാനെടുത്തത് 4/1 ഭാഗം തേങ്ങയാണ്. ബാക്കി 1/4 ഭാഗം തേങ്ങയും നമ്മൾ വറുത്താണ് കേട്ടോ ഇടുന്നത്. ഒരു മുഴുവൻ തേങ്ങ എടുത്താൽ അതിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ വറവിനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടുകറിക്ക് നമ്മൾ വറവ് തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടണേ. നന്നായിട്ട് കളറ് മാറി നല്ല ബ്രൗൺ കളറിലേക്കായി വരണം. കൂട്ടുകറിക്ക് മറ്റെല്ലാ കറികളേക്കാളും വറവ് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. ഇതാ കറി കണ്ടോ, നന്നായിട്ട് കുറുകി ഇരിപ്പുണ്ട്. ഇനി ഈ ചട്ടിയിലിരിക്കുമ്പോൾ ഇതൊന്നുകൂടെ കുറുകും. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ ശർക്കര. 1 സ്പൂൺ ശർക്കര ചേർത്തെന്ന് ഓർത്ത് നമ്മുടെ കൂട്ടുകറിക്ക് മധുരമായി പോകുമൊന്നുമില്ല. ആ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 സ്പൂൺ ശർക്കര കൂടെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നേരം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതങ്ങ് അടച്ചു വെച്ചാൽ ആ ചട്ടിക്കകത്ത് തന്നെ ഇരുന്ന് കൂട്ടുകറി നല്ല പരുവത്തിനായി കിട്ടും നമുക്ക്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് കൂട്ടുകറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണേ.